കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ ഇപ്പോൾ ഷിരൂരിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മന്ത്രി പി എ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഉച്ചയോടെ ഷിരൂരിൽ എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ദീപക്, തുടരുകയാണെങ്കിൽ കനത്ത മഴ വെല്ലുവിളിയായി നിൽക്കുമ്പോഴും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കും എന്ന് നമ്മൾ അറിയുന്നു. ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരും എത്തുന്നുണ്ട്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ തന്നെ ഈ മേഖലയിൽ കോഴിക്കോട് MP MK രാഘവൻ, ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള MLA-മാരായ മഞ്ചേശ്വരം MLA AKM അഷ്റഫ്, ഒപ്പം സച്ചിൻ ദേവ്, അതുപോലെ തന്നെ ലിൻഡോ ജോസഫ് തുടങ്ങി ജനപ്രതിനിധികളൊക്കെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. അവർ യോഗങ്ങളിലൊക്കെ പങ്കെടുത്ത വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസും മന്ത്രി എ കെ ശശീന്ദ്രനും ഉച്ചയോടുകൂടി ഷിരൂരിലേക്ക് എത്തുന്നത്. കാര്യങ്ങൾ തൽസ്ഥിതിയൊക്കെ വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് അത്തരത്തിൽ ഒരു സന്ദർശനം നടത്തുന്നത്. നിലവിൽ അവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. ഉച്ചയോടുകൂടിയായിരിക്കും ഈ മേഖലയിലേക്ക് എത്തി സന്ദർശനം നടത്തി കാര്യങ്ങളുടെ അവലോകനം ഉൾപ്പെടെ നടത്തുക എന്നുള്ളതാണ്. കൂടുതൽ ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടി അത് സഹായകരമാകും എന്ന കാര്യത്തിൽ തർക്കവുമില്ല. പ്രത്യേകിച്ച് ഏത് വിധത്തിലാണ് ഇനി രക്ഷാദൌത്യം കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ആലോചനകൾ സജീവമായി നടക്കുന്ന സമയവും കൂടിയാണ്. നേവി സംഘത്തിന്റെ ഭാഗത്തുനിന്ന് മാത്രം ഇടപെടൽ നടത്തി ആ നിലയിൽ കൂടുതൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ട സമയവും കൂടിയാണ്. ആ ഘട്ടത്തിലാണ് മന്ത്രി സംഘങ്ങൾ ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് കർണാടക സർക്കാർ ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു യോഗം ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വാർ റൂം രൂപീകരിച്ചിരിക്കുന്ന അങ്കോലയിൽ വെച്ച് അത്തരത്തിൽ മന്ത്രിതല സംഘവുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ തന്നെ കാർവാർ MLA അടക്കമുള്ള കർണാടകയിലെ ജനപ്രതിനിധികളും ഇക്കാര്യത്തിൽ സജീവ ഇടപെടൽ നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ഇന്നിപ്പോൾ 11ാം ദിനത്തിലേക്ക് എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ മന്ത്രിമാരായ എ കെ ശശീന്ദ്രനും ഒപ്പം തന്നെ മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഈ മേഖലയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള ഇടപെടലുകൾ ഈ വിഷയത്തിൽ നടത്തിയിരുന്നു. മറ്റൊരു സംസ്ഥാനം എന്നുള്ള നിലയിൽ കർണാടകയുമായി സംസാരിച്ച് അത്തരത്തിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ നിരന്തരം ബന്ധം പുലർത്തുകയും ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തി അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഊർജിതമാക്കണമെന്നൊക്കെ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്നലെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നലെ അർജുന്റെ വീട് സന്ദർശിക്കുകയും അവരുടെ ബന്ധുക്കളുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നത്തെ സന്ദർശനം എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇനി എന്ത് ചെയ്യാം എന്നുള്ളത് സംബന്ധിച്ച കൂടിയാലോചനകൾ ഈ കാര്യത്തിൽ കൂടുതലായി നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉച്ചയോടുകൂടിയായിരിക്കും മന്ത്രിസംഘം ഈ മേഖലയിലേക്ക് എത്തുകയും ദുരന്തബാധിത പ്രദേശങ്ങളിലടക്കം സന്ദർശനം നടത്തുകയും ചെയ്യുക. വ്യക്തമാണ്. ദീപക് മലയമ്മയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഷിരൂരിൽ നിന്ന്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ചാണ് കേരളത്തിൽ നിന്ന് മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഉച്ചയോടെ ഷിരൂരിലേക്ക് എത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഒരു കൃത്യമായിട്ടുള്ള അവലോകനങ്ങൾ നടത്തുക, എന്തൊക്കെയാണ് വിലയിരുത്തൽ എന്ന കാര്യം. കാരണം 11ാം ദിവസത്തിലേക്ക് കടന്നു. ഒപ്പം നിർണായകമായ ഒരു ദിവസത്തിൽ തന്നെയാണ് ഇന്ന്, നിർണായകമെങ്കിൽ അതിനിർണായകമായിട്ടുള്ളത്. ഇന്നലെ ആയിരുന്നു ആ കൃത്യമായിട്ടുള്ള വിവരങ്ങളിലൊക്കെ എത്തുന്നുണ്ടായിരുന്നത്. എവിടെയാണ് ലോറി, അല്ലെങ്കിൽ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന പല കാര്യങ്ങളിലും നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളും ലഭ്യമായിട്ടുള്ളത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു